അറബ്, പേർഷ്യൻ, ഇന്ത്യൻ, ടർക്കിഷ് തുടങ്ങിയ നാടോടി കഥകളുടെ ഒരു സമാഹാരമായ 1001 രാവുകൾ എന്ന പുസ്തകത്തിന്റെ ആ കഥ പറയാം. പണ്ടുകാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഷെഹരിയാർ എന്ന ശക്തനും ധീരനുമായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ രാജ്യം വളരെ സമ്പന്നവും സമാധാനപരവുമായിരുന്നു. ഷെഹരിയാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ഭാര്യയുണ്ടായിരുന്നു. അവളെ വിശ്വസിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരു നീണ്ട യുദ്ധത്തിനു പോയി മടങ്ങിവന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ തകർത്തു. തന്റെ ഭാര്യ മറ്റൊരാളുമായി ചതിക്കുന്നത് അദ്ദേഹം നേരിൽ കണ്ടു. കടുത്ത ദുഃഖത്തിലും നിരാശയിലും അദ്ദേഹം തന്റെ ഭാര്യയെ വധിച്ചു. ഈ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. സ്ത്രീകൾ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അന്നുമുതൽ ഷെഹരിയാർ രാജാവ് ഒരു ക്രൂരമായ പ്രതികാരം തുടങ്ങി. തന്റെ ആദ്യ ഭാര്യയുടെ വഞ്ചനയിൽ മനംനൊന്ത് അദ്ദേഹം എല്ലാ ദിവസവും ഓരോ പുതിയ യുവതിയെ വിവാഹം കഴിച്ചു. രാത്രി അവളോടൊപ്പം ചെലവഴിച്ച ശേഷം പുലർച്ചെ അവളെ വധിച്ചു. രാജാവിന്റെ ഈ ക്രൂരതയിൽ പേടിച്ച് നാട്ടിലെ യുവതികൾ ഭവനങ്ങളിൽ ഒഴിച്ചു. അവരുടെ മാതാപിതാക്കൾ ഭയന്ന് കരഞ്ഞു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ഷെഹരിയാർ രാജാവിന്റെ വസീറിന്റെ, അതായത് മന്ത്രിയുടെ മകളായ ഷെഹരസാദി എന്ന യുവതി ധൈര്യശാലിയും വിവേകമതിയുമായിരുന്നു. അവൾ രാജാവിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അവൾ സ്വയം രാജാവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് വസീറിനോട് പറഞ്ഞു. വസീറിന് മകളെ ഓർത്ത് ഭയം തോന്നി. എങ്കിലും ഷെഹരസാദയുടെ ആത്മവിശ്വാസം കണ്ട് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഷെഹരസാദെ രാജാവിനെ വിവാഹം കഴിച്ചു. ഷെഹരസാദെ വളരെ ബുദ്ധിമതിയും കഥകൾ പറയാൻ മിടുക്കിയുമായിരുന്നു. ആദ്യ രാത്രിയിൽ തന്റെ സഹോദരിയായ ദിനാസാദെ തന്റെ മുറിയിലേക്ക് വന്ന് ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടു. ഷെഹരസാദെ രാജാവിനോട് കഥ പറയാൻ അനുവാദം ചോദിച്ചു. രാജാവ് സമ്മതിച്ചു. ഷെഹരസാദെ മനോഹരമായ ഒരു കഥ പറയാൻ തുടങ്ങി. കഥയിലെ ഓരോ സംഭവങ്ങളും രാജാവിനെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തി. കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലെത്തിയപ്പോൾ പുലർച്ചെയായതുകൊണ്ട് കഥ നിർത്തി. അടുത്ത രാത്രി ബാക്കി പറയാമെന്ന് അവൾ രാജാവിനോട് പറഞ്ഞു. ആകാംക്ഷയടക്കാനാവാതെ രാജാവ് അവൾക്ക് അടുത്ത ദിവസം വരെ ജീവൻ നൽകി. പിറ്റേന്ന് രാത്രി ഷെഹരസാദെ കഥയുടെ ബാക്കി പറഞ്ഞു തുടങ്ങി. ഒപ്പം പുതിയൊരു കഥയ്ക്ക് തുടക്കമിട്ടു. ഈ രീതിയിൽ 1001 രാവുകൾ അവൾ തുടർച്ചയായി കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ കഥയും മറ്റൊരു കഥയിലേക്ക് വഴിമാറി. ഈ കഥകളിലൂടെ ഷെഹരസാദെ രാജാവിന്റെ മനസ്സിനെ സ്നേഹത്തിലേക്കും ദയയിലേക്കും തിരികെ കൊണ്ടുവന്നു. ഈ കഥകളിലൂടെ രാജാവിന് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. 1001 രാവുകൾക്ക് ശേഷം ഷെഹരിയാർ തന്റെ ക്രൂരമായ ശീലം ഉപേക്ഷിച്ചു. ഈ കാലയളവിനുള്ളിൽ രാജാവിന് ഷെഹരസാദയോടുള്ള ദേഷ്യം മാറുകയും അവളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു. ഒടുവിൽ രാജാവ് അവളെ എന്നും തന്റെ രാജ്ഞിയായി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഇങ്ങനെ ഒരു സ്ത്രീയുടെ ബുദ്ധിയും സംസാരപാടവവും ഒരു രാജാവിന്റെ ക്രൂരതയെ ഇല്ലാതാക്കിയതിന്റെ കഥയാണ് 1001 രാവുകൾ. ഈ കഥകളാണ് പിന്നീട് അറേബ്യൻ നൈറ്റ്സ് എന്ന പേരിൽ ലോകമെമ്പാടും പ്രശസ്തമായത്.